വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് വൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ RRB JE, അതേപോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതേപോലെ SSC JE എന്നീ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ബെസ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ്, അതായത് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സിനാണ് നമ്മൾ ഇപ്രാവശ്യം മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സിൽ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഏതാണെന്നും അതേപോലെ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നമുക്കറിയാം, നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആകുമ്പോൾ നമുക്ക് അതിന് സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ റീസണിങ്ങിന്റെ ഒക്കെ കേസിൽ നമുക്ക് സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം, അല്ലെ? അതേപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പുസ്തകം ഏതാണ്, അതുപോലെ പഠിക്കാൻ നല്ല പുസ്തകം ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ബെസ്റ്റ് ബുക്സ് ഫോർ RRB JE, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, SSC JE ഫോർ ദ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അതായത് ALPയുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം ഏതൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോഴും അതിന് മുന്നേ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്വാളിഫിക്കേഷൻ ഒന്നും കൂടി റീചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ നോട്ടീസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ എന്താ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് RRB JE, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, SSC JE സബ്ജക്റ്റിന് പഠിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങൾ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്കറിയാം ഇപ്പം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണല്ലേ. കോമ്പറ്റീഷൻ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോഴ്സസ് വന്ന് ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് സോഴ്സിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ കുറെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്സുകൾ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് സോഴ്സിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്കറിയാം ഏതൊരു എക്സാമിന് പോകുമ്പോഴും അതിനു മുന്നേ ജസ്റ്റ് അതിന്റെ സിലബസ് അറിയാന്ന് പറയാറില്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നമ്മൾ ഇപ്പം പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ സിലബസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ എന്താ നമ്മളിപ്പോ പഠിക്കുമ്പോൾ RRB ALP, RRB JE, SSC JE ഇതിന്റെയൊക്കെ സിലബസ് എന്താ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് RRB ALPയുടെ സിലബസ്, അതുപോലെ RRB JE, SSC JEയുടെ സിലബസ് ജസ്റ്റ് കാണിക്കുകയോ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് എന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും എന്താ അതിന്റെ സിലബസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്കറിയാം RRB ALP, RRB JE, SSC JE ഒക്കെ എന്താ ഒരുമിച്ചായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. SSC JEയുടെ ഓൾമോസ്റ്റ് ഫെബ്രുവരിയിൽ വരുന്നുണ്ടാവും. RRB ALP ഡിസംബർ ലാസ്റ്റ് ജനുവരിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ RRB JEയും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താ മൂന്നും കൂടി ഒരുമിച്ച് പഠിക്കണം. അപ്പൊ അതുകൊണ്ടാണ് സിലബസ് ടെസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ PDF ആണെങ്കിൽ ഞാൻ കമന്റിൽ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ സിലബസ് നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് RRBയുടെ ടയർ 1ന്റെ സിലബസ് ആണ് കേട്ടോ. ഓക്കെ, ടയർ 1ന്റെ സിലബസ് ആണ്. മാത്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഓൺ കറന്റ് അഫയേഴ്സ്, ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ സ്പോർട്സ്, കൾച്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കറിയാം RRB ALPയുടെ സെക്കൻഡ് സ്റ്റേജിൽ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട് അല്ലെ. അപ്പൊ പാർട്ട് ബിയില് കറസ്പോണ്ടിങ് ഏത് ട്രേഡ് ആണെങ്കിൽ ആ ട്രേഡിനെ ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് പാർട്ട് A, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജനറൽ അവയർനെസ്. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റേജിലെ പാർട്ട് എയുടെ സിലബസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സിലബസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് സ്ക്രീൻഷോട്ട് എടുത്താണ്. അതുകൊണ്ടാണ് ഇവിടെ RRBയുടെ ആ ഒരു സിമ്പിൾ ലോഗോ ഒക്കെ കാണുന്നത് അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞ RRB JEയുടെ നമ്മൾ ജസ്റ്റ് ആ ഒരു വെയിറ്റേജും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സിന് 30, ഇന്റലിജൻസ് റീസണിങ് 25, അവയർനെസ് 15, ജനറൽ സയൻസിന് 30 മാർക്ക്. ടോട്ടല് 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസും 100 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ കേസിലും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ സ്ക്രീൻഷോട്ട് എടുത്താണ്. അതുകൊണ്ടാണ് റെയിൽവേയുടെ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ സിലബസ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ മാത്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഓക്കെ, അതേപോലെ SSC JEയുടെ കേസിലാണെങ്കിലും, അതുപോലെ RRB JEയുടെ സെക്കൻഡ് ടയർ എന്താ ഫുൾ ടെക്നിക്കൽ ആണ് വരുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ടെക്നിക്കലിന്റെ കേസിൽ ഇലക്ട്രിക്കലിന്റെ ബെസ്റ്റ് ബുക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമുക്ക് ഇവിടെ പിന്നായിട്ട് ചെയ്യാം, കാർഡായിട്ട് ആഡ് ആക്കാം. അതല്ലാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കമ്മൽ നമ്മൾ ആഡ് ആക്കാം കേട്ടോ. ഓക്കെ, ഇതേപോലെ SSC JEയുടെ കേസ് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ടയർ 1 പേപ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ഉണ്ട്, ടെക്നിക്കൽ സബ്ജക്ട്സ് ഉണ്ട്. നോൺ ടെക്നിക്കലിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, പിന്നെ ടെക്നിക്കലിൽ സിവിൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, ടോട്ടൽ 200 മാർക്സിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ നോൺ ടെക്നിക്കലിന്റെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ജനറൽ ഇന്റലിജൻസ് റീസണിങ് വരുന്നുണ്ട്. അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ ജനറൽ അവയർനെസ്. ഓക്കെ,
അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്താ കമ്പയർ ചെയ്ത് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൂന്നും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കാരണം വെച്ചാല് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുന്നുണ്ടാവും. അതായത് ഈ ഒരു 3 ഫെബ്രുവരിയിൽ എന്തായാലും SSCG ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു എക്സാമിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് എല്ലാത്തിനും കൂടി എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അതിന്റെ സിലബസ് സെയിം ആണ് അല്ലെ. അപ്പൊ അങ്ങനെ എന്താ നിങ്ങൾക്ക് ഒരുമിച്ച് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സാംസ് എന്ത് നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ALP, RRB JE, SSC JE. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിലേക്കായിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ അതില് നമുക്കിപ്പം അതിലിപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് GKയുടെ കാര്യമാണ്. അപ്പോ GKന്റെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്താ പറയുക പഠിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത് ചെയ്യുക, ലൂസൻസിന്റെ ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഏറ്റവും നല്ല പുസ്തകമാണ്. ഓക്കെ, ഏറ്റവും നല്ല പുസ്തകം ലൂസൻസിന്റെ ജനറൽ നോളജ് എന്നുള്ള പുസ്തകം. നിങ്ങൾക്ക് ഇത് എന്താ ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആമസോണിലൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസ കുറഞ്ഞ രീതിയിൽ എന്താ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവുന്നുണ്ടാവും. അപ്പൊ അതിൽ കയറി ആമസോണിന്റെ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്താ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇൻഡെക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ല. അപ്പൊ ഇൻഡെക്സ് നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഫോർ GK എന്താ പറയുക, ലൂസൻസ് ജനറൽ നോളജിന്റെ പുസ്തകം. അതല്ലാണ്ട് ലൂസൻസിന് അല്ലാണ്ട് നമുക്ക് എന്താ അരിഹന്തിന്റെയും കൂടി നല്ലതാണ്. മനോഹർ പാണ്ഡെയുടെ, നിങ്ങൾക്കറിയാം മനോഹർ പാണ്ഡെയുടെ അരിഹന്തിന്റെ പബ്ലിക്കേഷൻസിന്റെ മനോഹർ പാണ്ഡെ എഴുതിയ ഓദർ മനോഹർ പാണ്ഡെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ പുസ്തകം എന്താ നല്ലത് തന്നെയാണ്. ഓക്കെ, അതും എന്താ ഈ ലൂസൻസിനോട് കടപിടിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോ അരിഹന്തിന്റെ GK പബ്ലിഷേഴ്സിന്റെ സോറി അരിഹന്തിന്റെ ജനറൽ നോളജിന്റെ പുസ്തകം. ഓക്കെ, അരിഹന്താണ് പബ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. GK പബ്ലിഷേഴ്സ് അല്ല, അരിഹന്താണ് പബ്ലിക്കേഷൻസ് വരുന്നത്. GKയുടെ ബുക്ക് മനോഹർ പാണ്ഡെയുടെ. ഓക്കെ, 225 രൂപയാണ്. അപ്പൊ ഇതിൽ കണ്ടന്റ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. പിന്നെ ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി അല്ലെ, അതുപോലെ ഇന്ത്യൻ പൊളിറ്റി, ഓക്കെ, ഇന്ത്യൻ എക്കണോമി, ജനറൽ സയൻസ്. ഓക്കെ, ജനറൽ സയൻസ് ഒക്കെ ഇതിലൊക്കെ വന്നുകൊണ്ട ജനറൽ നോളജ്. ഓക്കെ, നല്ലൊരു പുസ്തകമാണ് ഇത്. നിങ്ങൾക്ക് ഇതെന്താ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷേ 225 രൂപയാണ്. ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടി പൈസ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ലൂസൻസിന്റെ GK വാങ്ങിക്കാം, അതല്ലെങ്കിൽ അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ GK വാങ്ങിക്കാം. രണ്ടും എന്താ ഒന്നൊന്നിനോട് മെച്ചെന്നുള്ള രീതിയിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂസൻസിന്റെയാണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ കണ്ടന്റ്സ് നിങ്ങൾക്ക് എന്താ ആമസോണിൽ കയറി കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം അരിഹന്തിന്റെയാണ് നമ്മൾ ഇവിടെ കണ്ടന്റ് നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായിട്ട് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് 2024 വേണ്ടി 2023 കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഇതാണ്. കറണ്ട് അഫയേഴ്സ് ബേസിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിരുന്നാലും പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, കുറച്ചും കൂടി നല്ലൊരു ബുക്ക് തന്നെയാണിത്. ഓക്കെ, അരിഹന്തിന്റെ GK. ഓക്കെ, മനോഹർ പാണ്ഡെയുടെ. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും എന്താ ഒളിമ്പിയാഡ് വേൾഡ് ബുക്ക്, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡിന്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് MTG 2023-24 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പം ചാപ്റ്റർ വൈസ് ആയിട്ട് MCQs ഉണ്ട് വിത്ത് ഹിൻസ്, അതേപോലെ എക്സ്പ്ലനേഷൻ, അതേപോലെ അച്ചീവേഴ്സ് സെക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ QA നിങ്ങൾക്ക് പഠിക്കാനോ അതുപോലെ പ്രാക്ടീസ് ചെയ്യാനോ എന്താ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം റീസണിങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ റീസണിങ്ങിന്റെ കേസിൽ നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തെയാ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോ നിങ്ങളിപ്പോ നോക്കുമ്പോൾ ഇതിലിപ്പം SSC എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ SSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് ലെവല് കുറച്ച് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ RRB എന്ന് പറഞ്ഞാൽ എന്താ അത്ര ലെവല് കൂടിയിട്ടൊന്നും ചോദിക്കില്ല. RRBയുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ SSCന്റെ അത്രയും ലെവലിൽ ഉണ്ടാവില്ല നോർമലായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSCയുടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അത്രയും ഹയർ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആയിട്ട് ലെവൽ എന്താ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിത് ഇപ്പം SSCയുടെ പറഞ്ഞതേ ഉള്ളൂ. ഐ മീൻ SSCയുടെ റീസണിംഗ് എന്നുള്ള രീതിയിൽ പിന്നാക്കൽ പബ്ലിക്കേഷൻസിന്റെ പറഞ്ഞതേ ഉള്ളൂ. അത് കൂടാതെ നമ്മൾ കൂടുതൽ പറയുന്നുണ്ട് റീസണിംഗിന്റെ കേസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇതൊക്കെ SSCയുടെ കേസിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. പക്ഷെ RRBക്ക് അത്ര ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ SSCയുടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സ്വാഭാവികമായിട്ടും RRBയുടെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു SSCയിൽ CSSLന്റെയും അതേപോലെ CGLന്റെയും അതേപോലെ JEന്റെ ഒക്കെ CPOന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റീസണിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്താ വെച്ചാൽ മുൻവർഷ ചോദ്യങ്ങൾ എന്താ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബ് ചാനൽ കയറിയിട്ട് എന്താ ജസ്റ്റ് തിയറി കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, അതിനുശേഷം എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ
ഇതിലും ഞാൻ ജസ്റ്റ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനലോഗി വെർബലിന്റെ കൺസെപ്റ്റ്സ്, അതുപോലെ ഓഡ് വൺ ഔട്ടിന്റെ കൺസെപ്റ്റ്, അതേപോലെ കോഡിംഗ് ഡീകോഡിന്റെ കൺസെപ്റ്റ്, അതുപോലെ അതിന്റെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എന്താ മുൻവർഷ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം TCS ആണ് എന്താ SSCGA മുൻ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നല്ലേ. പക്ഷെ ഇപ്പം TCSനെ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ റോള് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ബിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ TCSനെ ഒഴിവാക്കിയിട്ട് വേറൊരു ബിഡിലേക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതില് CGL ഉണ്ട്, CSSL ഉണ്ട്, CPO ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് ഇന്ത്യ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റീസണിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ മുൻവർഷ ചോദ്യങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ഈ പിനാക്കിൾ SSC റീസണിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ CGL, CPO, CHSL, MTSന്റെ വരെയുണ്ട്. MTS എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതകളാണ് അല്ലെ. ഓക്കെ, SSC GD, SSC JE, ഡൽഹി പോലീസിന്റെ എല്ലാത്തിന്റെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഇനിയിപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അല്ലെ. അപ്പോ ഏതിനും ഏതൊരു പരീക്ഷ നിങ്ങൾക്ക് എന്താ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും കാതറായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് എന്താ ഇവിടെ മാത്സിന്റെ കേസിൽ നമുക്ക് നമ്പർ സിസ്റ്റത്തിന്റെയും കേസിൽ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ HCF LCM ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ സിംപ്ലിഫിക്കേഷൻ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ അത് പഠിച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് SSCയുടെ മാത്സിന്റെ പിനാക്കിൾ പബ്ലിക്കേഷൻസ്, പിനാക്കിളിന്റെ നമുക്ക് എന്താ 4th എഡിഷൻ ഇംഗ്ലീഷ് മീഡിയം തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് എന്താ നോക്കാം. അതിന് ഡീറ്റെയിൽഡ് സൊല്യൂഷനും ഷോർട്ട് ട്രിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ സാമ്പിൾ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ കയറിയിട്ട് എന്താ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള നമ്മൾ ജനറൽ സ്റ്റഡീസ് അല്ലേ. അപ്പൊ ജനറൽ സ്റ്റഡീസിന്റെ കേസിൽ എന്താ ഇതേപോലെ ഒക്കെ സ്റ്റാറ്റിക് GK, അതേപോലെ ഹിസ്റ്ററി, അതേപോലെ പൊളിറ്റി, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു GKയുടെ സോറി, അതെ, ഹരിഹൻ പബ്ലിക്കേഷൻസിന്റെ ഓൾറെഡി കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെന്താ ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. അതുപോലെ എന്താ ചാപ്റ്റർ വൈസ് ആയിട്ട് ഉണ്ട്, കണ്ടല്ലേ. ചാപ്റ്റർ വൈസ് ആയിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് GK ആണെങ്കിൽ അതിന്റെ ചാപ്റ്റർ വൈസ്, ഹിസ്റ്ററി ആണെങ്കിൽ അതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മെഡിവൽ ഹിസ്റ്ററി ആണെങ്കിൽ അതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഒന്ന് നിങ്ങൾ നോക്കുക, സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ സാമ്പിൾ നിങ്ങൾ എന്താ നോക്കുക, നോക്കിയിട്ട് എന്താ വാങ്ങിക്കാം. ഓക്കെ, നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താ SSC JEക്കും RRB JEക്കും, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്കറിയാം SSC JEയുടെ ക്വസ്റ്റൻസ് RRB JEനെക്കാട്ടി കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റൻസ്, കുറച്ചുകൂടി ഡെപ്ത് കൂടിയ ക്വസ്റ്റൻസ് ആയിരിക്കും SSCക്ക് സോറി വരുന്നുണ്ടാവുക, SSCക്ക് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ RRBക്ക് അത്ര ലെവൽ കൂടിയ ക്വസ്റ്റൻസ് ഒന്നും വരാറില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഏഹ് ഇത് നിങ്ങൾക്ക് എന്താ ഞാൻ ഇത്രയും പറഞ്ഞ ബുക്കുകൾ RRB JEക്കും അല്ല SSC JEക്കും എല്ലാത്തിനും നിങ്ങൾക്ക് എന്താ കോമൺ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ SSCയുടെ ലെവൽ കുറച്ച് കൂടുതലാണ്, RRBയുടെ അത്ര വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുറച്ച് കൂടുതൽ ലെവൽ കയറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് നമ്മൾ എപ്പോഴും RRBയുടെ ബുക്കുകൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്ത് SSC ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഏത് എക്സാമിനാണെന്ന്. ഓക്കെ, അതേപോലെ ഇനിയിപ്പോ നമുക്ക് ഇനി RRBയുടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് സൊല്യൂഷൻ ഉണ്ട്. ഞങ്ങൾക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ആണ് അല്ലെ. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ബുക്കുകളാണ് എന്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമ്മളെ ടെക്നിക്കലിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. എന്നാ ജെയുടെ ടൈപ്പ് ഉണ്ട്, എയുടെ ടൈപ്പ് ഉണ്ട്, ലെവൽ ഉണ്ട്, ലെവൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെന്താ ഇത് RRB ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. നമ്മളിപ്പോ ഇനിയിപ്പം പറയാൻ വേണ്ടി പോകുന്നത് RRB ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. RRB ഓറിയന്റഡ് ആയിട്ട് ഗ്രൂപ്പ് D, NTPC, RRB JE, RPF കോൺസ്റ്റബിൾ SI, അതുപോലെ ALP സ്റ്റേജ് 1, സ്റ്റേജ് 2 ഒക്കെ വേണ്ടിയിട്ടുള്ള എന്താ ജനറൽ സയൻസിന്റെ സോൾവ്ഡ് പേപ്പറും ഏകദേശം 7225ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങിയ സോൾവ്ഡ് പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താ സാമ്പിൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതിന്റെയൊക്കെ സാമ്പിൾ അവൈലബിൾ ആണ്. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വാങ്ങിക്കാം. ഏകദേശം 307 ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താ എല്ലാ സെറ്റും എന്താ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ബുക്കുകൾ തന്നെയാണ്. ഞാൻ ഇതിന്റെ സാമ്പിൾ കണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പുസ്തകം തന്നെയാണ്. അതേപോലെ തന്നെ യൂത്ത് കോമ്പറ്റീഷൻ ടൈപ്സിന്റെ തന്നെ ജനറൽ നോളജിന്റെ കേസിലും ഇതേപോലെ എന്താ PYQs അത് സോൾവ്ഡ് ടോപ്പിക് വൈസും ഉണ്ട്, അതുപോലെ സബ് ടോപ്പിക് വൈസും ഉണ്ട്. സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടില്ലേ. ആൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ, മോഡേൺ, നല്ല രീതിയിൽ അവിടെ എന്താ അതുപോലെ ഇന്ത്യൻ പോളിറ്റി എല്ലാം എന്താ അവരങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ എന്താ സാമ്പിൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വാങ്ങിക്കുക. യൂത്ത് കോമ്പറ്റീഷൻ ടൈപ്സിന്റെ കേസിലൊക്കെ എന്താ എറർ ഫ്രീ ആയിട്ടുള്ള പുസ്തകമാണ് അല്ലെ. നമ്മുടെ ഇപ്പം പല പുസ്തകങ്ങളും എറേഴ്സ് ഉണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി എന്താ യൂത്ത് കോമ്പറ്റീഷൻ ടൈപ്സിന് എന്താ എറേഴ്സ് കുറവാണ്.
അതേപോലെ എന്താ ഇതും RRBയുടെ മാത്സിന്റെ കേസിൽ, ഓക്കെ, 2021 മാത്സിന്റെ കേസിൽ എന്താ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എന്താ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സാമ്പിൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് വായിക്കാം. അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ തന്നെ. ഇത് RRB ഓറിയന്റഡ് ആയിട്ടുള്ള യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതേപോലെ റീസണിംഗിന്റെ കേസിലും യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ഏകദേശം 316 ഓൺലൈൻ ടെസ്റ്റ് പേപ്പേഴ്സിന്റെ 8622 ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ സ്റ്റേജ് 1, സ്റ്റേജ് 2 എല്ലാം എന്താ RRB ജെയുടെ എല്ലാം എന്താ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. LPയുടെ രണ്ട് സ്റ്റേജും RRBയും അതുപോലെ NTPCന്റെ ഒക്കെ എന്താ ക്വസ്റ്റൻസ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയിപ്പം ഇതെന്ന് വെച്ചാൽ RRB ജെയുടെ തന്നെ ടെക്നിക്കലിന്റെ കേസിലുള്ള പുസ്തകമാണ്. ഓക്കെ, ടെക്നിക്കലിന്റെ കേസിലുള്ള ടയർ 2 RRB ജെയുടെ ടയർ 2 വേണ്ടി ടെക്നിക്കൽ ആവശ്യമുണ്ട്. അപ്പൊ അത് അതിന്റെ പുസ്തകം എന്താ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന് അവൈലബിൾ ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ഉണ്ട്, അതേപോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്, സിവിലിനുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, മെക്കാനിക്കൽ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കൃത്യമായിട്ട് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മളെ അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്നാൽ താങ്ക് യു.